ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേട് കണ്ടെത്തി ഇഡി. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. സ്വർണ്ണ കവർച്ചയിലൂടെ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകളാണ് ഇഡി പിടിച്ചെടുത്തത്. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ഇഡി ഉടൻ കണ്ടുകെട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകൾക്ക് ശേഷം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത രേഖകളുടെ സൂക്ഷ്മ പരിശോധനകളടക്കമാണ് പൂർത്തീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെയാണ് പരിശോധന നീണ്ടുനിന്നത്. 21ഓളം കേന്ദ്രങ്ങൾ, ഏതാണ്ട് 8ഓളം സ്ഥാപനങ്ങളിലടക്കം, വ്യക്തികൾ ഉൾപ്പെടെ 8ഓളം സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 21ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധനകൾ നടന്നത്. അതുകൊണ്ട് പിടിച്ചെടുത്ത വിവരങ്ങൾ, നിരവധിയായ വിവരങ്ങളുണ്ട്. ഇത് സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കമ്പ്യൂട്ടറുകളടക്കം, ലാപ്ടോപ്പുകളടക്കം പിടിച്ചെടുത്തവയിൽ പെടുന്നുണ്ട്. പ്രധാനമായും കള്ളപ്പണ ഉപയോഗം ഈ ഇടപാടിലൂടെ നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രാഥമികമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. 11ഓളം പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇതാണ് കൂടുതലായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ SITയുടെ നിരീക്ഷണത്തിൽ പെടാതെ പോയവരുണ്ട് എന്ന നിഗമനവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. ED ആ രീതിയിലുള്ള വിലയിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ടുകൾ, അതോടൊപ്പം ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില സ്ഥാപനങ്ങളുണ്ട്. ഇവ കൂടുതലായിട്ട് തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇനിയുള്ളൊരു തുടർ നടപടികൾ, ഇവരെ ചോദ്യം ചെയ്യുക, മറ്റ് നടപടികളിലേക്ക് നീങ്ങുക, ഇതെല്ലാം തന്നെ കോടതിയുടെ അംഗീകാരത്തോടെ, അനുമതിയോടുകൂടി മാത്രമേ നടത്തുള്ളൂ. കൊല്ലം സെഷൻസ് കോടതിയിലാണ് ഇതിനായുള്ള അനുമതി അടക്കമുള്ള അപേക്ഷകൾ ഉള്ളത്. ഈ പിടിച്ചെടുത്ത രേഖകളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇതിൽ ചിലത് വ്യാജ രേഖകളുണ്ടോ എന്ന സംശയവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. അവരത് പരിശോധിക്കുന്നത് ചില കാര്യങ്ങൾ നടത്തിൽ വരുത്തുന്നതിന്, ചില അനുമതികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയാണ്. ഒപ്പം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ പ്രാഥമികമായി ഈ EDയുടെ ഒരു നടപടി എന്ന് പറയുന്നത് PMLA വകുപ്പ് പ്രകാരമുള്ളൊരു നടപടികളുടെ ഭാഗമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുക എന്നതടക്കമുള്ള നടപടികളുണ്ട്. അതിലേക്കുള്ള പ്രാഥമിക നീക്കം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ N. വാസുവിൻ്റെയും അടക്കമുള്ള പ്രതികളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നത്. അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് കണ്ടുകെട്ടുക, തിരിച്ചു പിടിക്കുക തുടങ്ങിയ അടക്കമുള്ള നടപടികൾ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് കൈമാറ്റം ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നൊരു വിവരമാണ് EDയിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലേക്ക് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ, ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം പരിശോധനകളടക്കം നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടുതൽ വിവരങ്ങൾ EDയുടെ ഭാഗത്തു തന്നെ ഉണ്ടാകും. ഏതായാലും അന്വേഷണം തുടരുകയാണ്. പരിശോധനകൾക്ക് ശേഷമുള്ള വിലയിരുത്തലുകളിലേക്കും ED കടന്നിരിക്കുന്നു. ഡാനിപ്പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുന്നു എന്നതാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്ക് എത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുൻ ദേവസ്വം മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഓർമ്മക്കുറവല്ല, മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്കും എത്തിയിട്ടില്ല. ഹൈക്കോടതി ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വന്നു. ചിലരെയൊക്കെ മന്ത്രിമാരായിരുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ, അവരെയൊക്കെ ചോദ്യം ചെയ്തത് പരമരഹസ്യമായിട്ടാണ്. എന്താണ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ? ചോദ്യം ചെയ്യലിനെ മുൻ മന്ത്രി വിശേഷിപ്പിച്ചത് അഭിമുഖമെന്നാണ്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചിലതും അദ്ദേഹം മറയ്ക്കാനും ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.